പ്ലീസ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഓച്ചന്തുരുത്ത് ഓമന തിയേറ്റേഴ്സിന്റെ ഈ വർഷത്തെ ഏറ്റവും പുതിയ നാടകം പോ അണ്ണാച്ചി പിന്നവാ. നാടക രചന ഓന്തുണ്ണി ഓച്ചന്തുരുത്ത്. ഗതാഗതം ഓച്ചന്തുരുത്ത് ഓന്തുണ്ണി. ഈ നാടകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പഠിക്കാൻ പറഞ്ഞാരാ? ഈ നാടകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ നാടകത്തിൽ മെയിനായിട്ട് അഭിനയിക്കുന്ന 4 നടന്മാർ വന്നിട്ടില്ല. അതിനെന്തിനാണ് അടിച്ചത്? പകരം നാടകം എന്തെന്ന് പോലും അറിയാൻ പാടില്ലാത്ത, ജീവിതത്തിൽ നാടകം കണ്ടിട്ടേ ഇല്ലാത്ത ഈ നാട്ടിലെ ചുറുചുറുക്കുള്ള 4 ചെറുപ്പക്കാരെ തപ്പിയെടുത്ത് അത്യാവശ്യം ഡയലോഗുകൾ പറഞ്ഞ് പഠിപ്പിച്ചാണ് ഞാൻ ഈ നാടകം ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ നാടകത്തിന്റെ സംവിധാനം ഓന്തുണ്ണി ഓച്ചന്തുരുത്ത്, അതായത് ഈ ഞാൻ. അടി. നാടകം ആരംഭിക്കുന്നു. മുതലാളി മുതലാളി രംഗത്ത് മുതലാളിന്ന്. നീ എന്നെ ചുമന്നുകൊടുപ്പ് തള്ളി വിടാണ് ഇങ്ങോട്ട്. ഇങ്ങോട്ട് വരില്ല, അങ്ങോട്ട് അങ്ങോട്ട് പോ അങ്ങോട്ട്. മൈക്കിലേക്ക് വരാൻ. നാടകം പൊളിക്കല്ലേ ഇവനൊക്കെ നാടകവും പൊളിക്കും. ഇങ്ങോട്ട് വാ. ഡയലോഗ് ഓർമ്മയിട്ടില്ല, ഒന്നും തെറ്റിക്കരുതിട്ടാ. നേരെ നിക്ക്. ചിരിക്കുന്നു. അയ്യോ, പഴം പുഴുങ്ങിയ ചിരി ഇരിക്കാനല്ല പറഞ്ഞ. പിന്നെ അട്ടഹസിക്കുന്നു. എന്താ? ആട്ടല്ലെന്ന്, പിന്നെ അട്ടഹസിക്കാൻ. എങ്ങനെയത്? അടിപൊളി. അത് ഇവിടെ പറഞ്ഞാന്ന്. ഉലാത്തുന്നു. ഉലാത്താൻ എങ്ങനെയത്? എടാ നടക്കാൻ. അത് പറഞ്ഞ പോരാ. കുലാത്തുന്നു. നടക്ക്. അങ്ങോട്ട്. സ്റ്റില്ല്. എന്റെ ഈ പുള്ളിയുടെ ഓർണം. എടാ ഫോട്ടോ എടുക്കണ കാര്യല്ല, സ്റ്റില്ല്. അനങ്ങാതെ നിക്കാൻ. മകള് വരുന്നു. മകള് ഞാനാ? എല്ലാം നീയാണ്. മകള് വാടാ പോടാ. നീ അച്ഛനാണ്. അച്ഛനൊക്കെ മോളാണ്. പെണ്ണ് വരുന്ന പെണ്ണ് തള്ളി വിടറാവൻ ഇങ്ങോട്ട്. പോടാങ്ങോട്ട്. ഉത്തരിച്ചിട്ട് ബാബാ വേമ്പാ. ഡയലോഗ്. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. 3 വട്ടം രക്ഷിക്കണം മുതലാളി. എടി പെണ്ണുമ്പിള്ള അതല്ല പറഞ്ഞ 3 പ്രാവശ്യം പറയാൻ. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. 3. മുതലാളിയുടെ മുഖത്ത് പുച്ഛം. മുതലാളിയുടെ മുഖത്ത് എന്നാണ് പുച്ഛം? എങ്ങനെയത്? 3 കൊല്ലം മുമ്പ് ഇവിടെ ജോലിക്ക് നിന്ന ഞാൻ. 3 വർഷമായി ഞാൻ ഇവിടെ ജോലി നോക്കുന്നു. ഇപ്പോൾ ഞാൻ 6 മാസം ഗർഭിണിയാണ്. എന്റെ വയറ്റിൽ വളരുന്ന രാജുമോൻ എപ്പോഴും എന്നോട് ചോദിക്കും എന്റെ അച്ഛൻ ആരാണെന്ന്. അപ്പോൾ ഞാൻ പറയും, അയ്യോ ഞാനല്ല, നീ മാറി നിൽക്കുന്ന മുതലാളിയാണെന്ന്. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞ്. എടാ ഒന്ന് ആവേശത്തിൽ പറയണം. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞ്. മുദ്രാവാക്യം വേണ്ട, പയ്യെ പറഞ്ഞാൽ മതി. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞ് മാന്യന്മാരെ ആക്ഷേപിക്കാൻ നോക്കുന്നത്. കക്ഷത്തിന്റെ അക്ഷരം മാറ്റാൻ പറ്റുമോ? അങ്ങനെയല്ലേ എഴുതി വെച്ചേക്കണം. മാറ്റണം. മാന്യന്മാരെ ആ പറഞ്ഞതുപോലെ ആക്കാൻ ശ്രമിക്കുന്നത്. നിനക്കൊരു ഫാഷൻ അല്ലേടി. നിലാവുള്ള രാത്രിയിൽ മാവിൻ ചുവട്ടിൽ നിന്നെയും നോക്കി ഞാൻ കാത്തിരുന്നപ്പോൾ മുണ്ടും തലയിൽ മുല്ലപ്പൂവും വെച്ച് എന്നെ കാണാൻ ഓടി വന്ന എന്റെ അരികിലേക്ക് ഓടിയണഞ്ഞ മന്ദസ്മിതമേ, നിന്നെ വാരിപ്പുണരുവാനായി എന്റെ കൈകൾ കൊതിക്കുകയാണ്. എല്ലാവരും നോക്കണ്ടോ? നില്ല ചേച്ചിയൊക്കെ നോക്കണം. മുതലാളി മാത്രം നിന്നാ മതി. അച്ഛൻ വരുന്നു. ഞാനാണ്? എല്ലാം നീയാണ്. പണ്ടാരങ്ങനെ അച്ഛൻ ഇങ്ങോട്ട് വാട. വേമ്പ. എന്റെ ഷർട്ട് ഇട്ടുണ്ട് തന്നെ. മുതലാളി വിളി കേൾക്കുന്നു. എടാ മീൻകാരെയൊക്കെയാണല്ലോ ഞാൻ നിർത്തിയേക്കണേ. ഓ ആൽഫ്രഡ് വിൽഫ്രഡ് ഡിസൂസ. ആരാന്ന്? ആൽഫ്രഡ് വിൽഫ്രഡ് ഡിസൂസ. ഇത് ഞാൻ പറയില്ലെന്ന് പറഞ്ഞല്ലേ? പറയടാ. ഓ ആൽഫ്രഡ് ഗോപി. ഗോപി അല്ല, പി കെ ഗോപി. വന്നതിന്റെ ഉദ്ദേശം 3 വർഷങ്ങൾക്ക് മുമ്പോട് ജോലിക്ക് നിന്നിരുന്ന എന്റെ മകളെ 6 മാസം ഗർഭിണിയാക്കിയ ദുഷ്ട, നിന്നോട് ഞാൻ പകരം ചോദിക്കും. എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട്. ഒരാള് പറയടാ. എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട്. ഞാൻ പറഞ്ഞോളാം. എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട്.
അട്ടഹസിക്കുന്നോടാ ദുഷ്ട. നിന്ന് അത്തള പൊത്തള പുട്ട. അട്ടഹസിക്കുന്നോടാ ദുഷ്ട. നിന്ന് ആ പറഞ്ഞത് ഹസിക്കുന്നോടാ ദുഷ്ട. ചാടി വീഴുന്നു. ചാടി വീഴുന്നു. എടാ ചാടി വീഴടാ. ചാടുന്നു വീഴുന്നു. എടാ മുതലാളിയുടെ മേത്തേക്ക് ചാടി വീഴാൻ. മുതലാളിയുടെ മേത്തേക്ക് ചാടുന്നു വീഴുന്നു. കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു. അമ്മേ എന്റെ ദൈവമേ, നിന്റെ അല്ല, മുതലാളിയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു. അയ്യോ മുതലാളി തോക്ക്. ഞാൻ തോക്കൂല, ഇവൻ തോക്കട്ടെ. എടാ തോക്കെടുക്കാൻ. അയ്യോ തോക്കെടുത്തിട്ടില്ല. ഇവന്മാര് നാടകം പൊളിക്കുള്ളൂ. അവിടെ നിന്ന് ഞാൻ കൊണ്ടുതരാം. അവിടെ നിൽക്ക്, ഞാൻ കൊണ്ടുതരാം. ഞാൻ കൊണ്ടുതരാം. ആൾക്കാര് കാണാതെ ഞാൻ കൊണ്ട് തന്നോളാം. ആൾക്കാര് കാണാതെ തോക്ക് ഞാൻ കൊണ്ട് തന്നോളാം. ആൾക്കാര് കാണാതെ തോക്ക് ഞാൻ കൊണ്ട് തന്നോളാന്ന്. ആരും കണ്ടിട്ടില്ല. കിട്ടി കിട്ടി. വെടിവെക്കുന്നു. അവനാ അവനെ മരിച്ചു വീഴുന്നു. അയ്യോ എന്റെ ദൈവമേ, നീ വെടിവെച്ചിട്ട് നീ എങ്ങനെയാടാ ചാവണ? എഴുന്നേക്കടാ എഴുന്നേക്കടാ. നീ മരിച്ചു വീഴാ. ഞാൻ മരിച്ചു മരിച്ചു വീഴാ. അമ്മേ ചിരിക്കുന്നു. അയ്യോ നീ ചത്തവനല്ലേ, നീ എങ്ങനെ ചിരിക്കണം? കടക്കട അവിടെ അവിടെ കടക്കട. തോക്കാട്ടിങ്ങനോട്. മകൻ വരുന്നു. ഞാനാണ്. എല്ലാം നീയാണ്. മകൻ മകൻ പാടാ. വാങ്ങട്. അതെ മകൻ. ഡയലോഗ്. മുതലാളി, 3 വർഷങ്ങൾക്ക് കൂടെ ജോലിക്ക് നിന്നിരുന്ന എന്റെ പൊന്നു പെങ്ങളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് അത് ചോദിക്കാമെന്ന് എന്റെ പൊന്നച്ഛനെ വെടിവെച്ച് കൊന്ന ദുഷ്ട, നീ നശിച്ചു പോകും. നിന്റെ വെടിയുണ്ടേറ്റ് ഇവിടെ മരിച്ചു കിടക്കുന്ന എന്റെ പൊന്നച്ഛൻ ഇത് എവിടെ പോയത്? ഇവിടെ ഉണ്ടായിരുന്നില്ല പുള്ളി. എടാ ഇവിടെ ഉണ്ടാ, അവിടെ ഭയങ്കര ഉറുമ്പാടെ ഇറക്കുക. കാരണം ഞാൻ ഇങ്ങോട്ട് മാറിക്കിടക്കാം. എവിടെയെങ്കിലും ഒന്ന് കിടക്ക്. ഡയലോഗ് പറ. ഞാൻ മാറ്റി പറഞ്ഞോളാം. ഉറുമ്പ് കടിയേറ്റ് സഹിക്കവയ്യാതെ ഇവിടെ നിന്നും മാറി അവിടെ മരിച്ചു കിടക്കുന്ന എന്റെ പൊന്നച്ഛനെ കൊന്ന ദുഷ്ട, നീ നശിച്ചു പോകും. എന്നെ പെങ്ങളെ സൗവർണികേ. പെങ്ങളെ സൗവർണികേ. നിന്റെ അമ്മയുടെ തെറി മറിയരുത്. ഇല്ല, നിന്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു മോളെ നീ ഒരു ഗർഭിണിയായി കാണുക എന്നുള്ളത്. എന്തെന്നാണ് ഈ പറയണ? അല്ലല്ല, കുടുംബിനിയായി കാണുക എന്നുള്ളത്. പറയൂ മകളെ, ഇതെങ്ങനെ സംഭവിച്ചു? ഡയലോഗ്. ഒരു തണുത്തു മരവിച്ച കറുത്ത രാത്രിയിൽ മുതലാളിയുടെ വീട്ടിൽ ഞാൻ TV കാണാൻ പോയി. ഏഷ്യാനെറ്റിലും കൈരളിയും സൂര്യയിലും കോമഡി ഷോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നാണ് മുതലാളി ഫാഷൻ ചാനലിട്ടത്. അരുതേ എന്ന് ഞാൻ ആവർത്തിച്ചു പറഞ്ഞു. മുതലാളി കേട്ടില്ല. എന്നെ നിർബന്ധിച്ച് ഫാഷൻ ചാനൽ കാണിച്ചു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ചേട്ടാ. ഇതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ തെറ്റിയത് ഈ മുതലാളിയല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്റെ പൊന്നു പെങ്ങളുമല്ല. കറക്റ്റ്. ഇവിടെ തെറ്റിയത് ആ ചാനലുകാരാണ്. അതുകൊണ്ട് എനിക്ക് ഈ സമൂഹത്തോട് ഒന്നേ പറയാനുള്ളൂ, ഇനി മേലാൽ നിങ്ങളുടെ വീട്ടിലുള്ള പ്രായപൂർത്തിയായ പെൺകുട്ടികളെ അടുത്ത വീട്ടിൽ TV കാണാൻ പറഞ്ഞയച്ചാൽ നിങ്ങൾക്കും ഇത് സംഭവിക്കും. എനിക്കൊരു സംശയം. സത്യത്തിൽ ഇതാണ് അല്ലെങ്കിൽ ഇതാണ് ഗർഭപാത്രം?